അങ്ങനെ നമ്മുടെ ശനിയാഴ്ച അവസാനിച്ചു. ഇന്ന് ഞായറാഴ്ചയാണ്. ഞായറാഴ്ച നമുക്ക് ഹസ്ബൻഡിൻ്റെ റിലേറ്റീവിൽ ഒരു ഹൗസ് വാമിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ രാവിലത്തെ പണിയൊക്കെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വീടൊക്കെ വൃത്തിയാക്കിയതിൻ്റെ ശേഷം ഞാനും ഹസ്ബൻഡും കൂടെ ഹൗസ് വാമിങ്ങിന് പോവാണ് കേട്ടോ. മക്കളും തറവാട്ടിലുള്ള ആളുകളൊക്കെ പാടെ ആദ്യം നേരത്തെ തന്നെ വണ്ടിയിൽ പോയിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ എവിടെ പോകുന്നുണ്ടെങ്കിലും എൻ്റെ കെട്ടുവിൻ്റെ ബൈക്കിൻ്റെ പിറകിലേ പോവുള്ളൂ. എനിക്ക് എൻ്റെ കെട്ടുവിൻ്റെ കൂടെ പോകാമെന്ന് പറഞ്ഞാൽ അതിനേക്കാളും സന്തോഷമുള്ള കാര്യം ലോകത്ത് വേറൊന്നുമില്ല. അവരോടൊപ്പം ഒരു മുറ്റത്ത് ഇറങ്ങി നടക്കുന്നത് പോലും ഞാൻ സന്തോഷം കണ്ടെത്തുന്ന ആളാണ്. നമുക്ക് ഇഷ്ടപ്പെട്ടവരുടെ കൂടെ, നമുക്ക് പ്രിയപ്പെട്ടവരുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൽ പകരം വേറൊരു സന്തോഷം എനിക്കില്ല. പ്രത്യേകിച്ച് എൻ്റെ ഇക്കാൻ്റെ ബൈക്കിൽ ഇങ്ങനെ ബാക്കിൽ ഇങ്ങനെ ഇരുന്ന് പോകാമെന്ന് പറഞ്ഞാൽ വേറൊന്നും വേണ്ട എനിക്ക്. അതൊത്തിരി സന്തോഷമുള്ള കാര്യമാണ്. ബൈക്കിൽ കയറിയിരുന്ന് ഇങ്ങനെ പോകുമ്പം ഞാൻ സ്വാഭാവികമായിട്ടും വീഡിയോ എടുക്കും കേട്ടോ. പ്രത്യേകിച്ച് ഇങ്ങനെ പ്ലെയിനായി കിടക്കുന്ന സ്ഥലം കാണുമ്പോൾ, നീറ്റായ റോഡ് കാണുമ്പോൾ, അതുപോലെ നിറയെ പ്രകൃതി ഭംഗി കാണുമ്പോഴൊക്കെ ഞാൻ ഫോൺ എടുത്തിട്ട് വീഡിയോ എടുക്കും. അതിൽ മാത്രം ദേഷ്യമുള്ള കാര്യം എൻ്റെ കെട്ടിയോനിക്ക് വേറെ ഒന്നുമില്ല. ഞാൻ വീഡിയോ എടുക്കുന്നതും അത് പോസ്റ്റ് ചെയ്യുന്നതും അത് സംസാരിക്കുന്നതൊന്നും എൻ്റെ ഹസ്ബൻഡിന് ഇഷ്ടമല്ല കേട്ടോ. എന്ന് കരുതിയിട്ട് ഒരിക്കലും എന്നോടത് ചെയ്യരുതെന്നൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. എൻ്റെ ഇഷ്ടത്തിന് എന്നെ വിട്ടു തരുന്നുണ്ട്. സാറിന് താല്പര്യമില്ലെങ്കിലും എൻ്റെ ഇഷ്ടങ്ങൾക്കൊക്കെ വിട്ടു തരുന്നുണ്ട് കേട്ടോ. ആ കാണുന്ന സ്കൂൾ ഏതാണെന്നറിയോ? ഞാൻ കഴിഞ്ഞ വർഷമല്ല അതിൻ്റെ മുന്നേ വർഷം വർക്ക് ചെയ്ത സ്കൂളായിരുന്നു. അങ്ങനെ നമ്മൾ ഹൗസ് വാമിംഗ് ഉള്ള വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. ചെന്ന പാടനെ നമ്മളെ വയറിൻ്റെ കാര്യം നമ്മൾ സലാമത്താക്കിയിട്ടാണ് നേരെ ഫുഡ് കഴിക്കാൻ പോയി. നല്ല ചിക്കൻ ബിരിയാണി ഉണ്ടായിരുന്നു. ബിരിയാണിയൊക്കെ വയറ് നിറച്ച് കഴിച്ചു. നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ മഴ പെയ്യുമ്പം ചൂടുള്ള ബിരിയാണി കഴിക്കുമ്പോൾ ഭയങ്കര രസമാണ്. എത്ര പേര് കഴിച്ചിട്ടുണ്ട് അങ്ങനെ മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ? മഴക്കാലത്ത് നമുക്ക് നല്ല ഫുഡ് കഴിക്കാൻ തോന്നും അല്ലേ? അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ താനൂരാണ് നമുക്ക് ഹൗസ് വാമിംഗ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ തൂവൽ തീരം കാണാതെ പോകുന്നത് മോശമാണല്ലോ. മക്കൾക്ക് അങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞപ്പോൾ ഹസ്ബൻഡിൻ്റെ അനിയനും ഫാമിലിയും മക്കളെല്ലാവരും കൂടെ ആദ്യം തന്നെ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ അതിൻ്റെ പിറകെ എൻ്റെ മോനുണ്ടായതുകൊണ്ട് തീർച്ചയായിട്ടും ഞാൻ പോകണം. അങ്ങനെ ഞാനിതാ തൂവൽ തീരത്തെത്തിയിട്ടോ. കുറേ മുന്നേ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എവിടെയാണല്ലോ നമ്മൾ ബോട്ട് അപകടമൊക്കെ ഉണ്ടായത്. അതിൻ്റെ ശേഷം പിന്നെ നമ്മൾ ഇപ്പോഴാണ് കേട്ടോ വരുന്നത്. ഒരു പ്രത്യേകത എനിക്ക് തോന്നിയില്ല. നമ്മുടെ നാട്ടിലുള്ള സെയിം ബീച്ചിൽ പണ്ട് ഈ സാധനത ഈ കാണിക്കുന്ന വീഡിയോയിൽ കാണിക്കുന്നതിൽ അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ഇപ്പം നിലവിൽ നടക്കുന്നില്ല. ഇതെങ്ങനെ കരയ്ക്ക് കയറ്റിയിട്ടുണ്ടായിരുന്നു. നമ്മൾ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു. അവിടെ നിന്ന് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തു. പ്രത്യേകിച്ച് ഒരു കാര്യങ്ങളും ഇവിടെ ഇല്ല കേട്ടോ. ഇതിനേക്കാളും ഭംഗിയായിട്ട് നമ്മുടെ ഉണ്ണിയാലി ബീച്ചും അതേപോലെ നമ്മുടെ വാക്കാട് ബീച്ചാണെങ്കിലും ബദാം ബീച്ചൊക്കെ അടിപൊളിയാണല്ലോ. ഇവിടെ ആളുകൾ പറയുന്നത് പോലെ ഞങ്ങൾ ചെന്നപ്പം ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അത്യാവശ്യം നല്ല മഴയുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ട് നമ്മൾ ഇന്നത്തെ സൺഡേ ഇവിടെ അവസാനിച്ചു. പിന്നെ ഏതായാലും വന്നതല്ലേന്ന് കരുതി കുറച്ച് റീൽസൊക്കെ എടുത്ത് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ ഞായറാഴ്ച ഇവിടെ അവസാനിച്ചു. എത്ര പെട്ടെന്നാണ് ശനി ഞായർ അവസാനിക്കുന്നത്. ഇനിതാ നാളെ മുതൽ വീണ്ടും ഓട്ടം. തിങ്കൾ ടു വെള്ളി.